മറ്റ് നെഗറ്റീവായിട്ട് പോയിട്ട് ചാൻസ് മേടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ ഇരിക്കും. നമ്മളെ കഴിവിനനുസരിച്ച് എപ്പോഴെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയാൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീരുമാനം. പിന്നെ ഇത് ഈ പറയുന്ന കണക്ക് എല്ലാ സംവിധായകന്മാരും എല്ലാ പ്രൊഡ്യൂസർമാരും എല്ലാം ഇങ്ങനെയുള്ള സ്വഭാവം കൊണ്ടിരിക്കുന്നവരല്ല. അത് നടന്മാരായാലും ആരായാലും. ഇപ്പം എൻ്റെ റൂമിനകത്ത് വന്ന് മുട്ടി എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാനൊരു ഉദാഹരണം പറയുക. ഇപ്പം എൻ്റെ റൂമിൽ വന്ന് മുട്ടി, അത് പുറത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് ഞാൻ അറിയണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആ കഥ തുറന്നു കൊടുക്കണം. ഞാൻ ആ കഥ തുറന്നില്ലെങ്കിൽ അത് ആരാണ് മുട്ടിയത് ഞാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ രണ്ടുപേർക്കും പങ്കുണ്ട്. എന്നിട്ട് അവസാന നിമിഷം വരുമ്പോഴത്തേക്ക് ഒരാളെ മാത്രം കുറ്റക്കാരനാക്കുന്നത് ശരിയല്ല. പിന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവന്മാര് അതിന് എത്ര വലിയ ഇതാണ്, അത്യാവശ്യം പതിവ്രതകളായിരിക്കണം. ഒരുപാട് ഈ പറഞ്ഞ കണക്ക് 101 പ്രാവശ്യവും അവരുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം 101ാമത്തെ പ്രാവശ്യം അവർക്ക് ചിലപ്പം ഇന്ന ഒരു വേഷം കൊടുക്കാൻ പറ്റിയില്ലായിരിക്കും, ആ ക്യാരക്ടറിന് അവർക്ക് പറ്റത്തില്ലായിരിക്കും. അന്ന് ആ ഒരു കാര്യത്തിൽ റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 101 പ്രാവശ്യവും സംഗതി എല്ലാം സന്തോഷത്തോടു കൂടി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അതുപോലെ ഇപ്പൊ ഈ പരാതിയും പരിഭവമായിട്ട് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഞാനവരെ കുറ്റം പറയാതെ, ചിലപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം അവരതീ പറയുന്നത്. പക്ഷെ ആ അനുഭവത്തിലൂടെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു സ്മെല്ല് നമുക്ക് അടിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫീൽഡിൽ ആ ക്യാരക്ടർ വിഷയം നമ്മളവിടെ ചെല്ലാൻ പറ്റൂ. അത് 100% ഉറപ്പാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിക്കുന്ന കോർഡിനേറ്റർമാര് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ? നല്ല പേയ്മെന്റും നല്ല ക്യാരക്ടർ വേഷം നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് പറയുന്നത്. ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ആ ഒരു രീതിയിൽ പോകണ്ടാത്തത് കൊണ്ട് തന്നെ. പിന്നെ ഇപ്പം ഈ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ പരാതി കൊടുക്കുന്നവരുമാരടുത്തൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛ തോന്നുന്നത്. ഇപ്പം അവർക്ക് സെലിബ്രിറ്റികളാവണം അല്ലെങ്കിൽ പിന്നെ ഫേമസ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആദ്യമേ എല്ലാ കാര്യത്തിലും ഓക്കെ പറഞ്ഞിട്ട് അവസാന നിമിഷം കൊണ്ടിട്ടിട്ട് ഈ കലവടയ്ക്കുന്നതെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ തുടക്കത്തിന് പോകരുത്, വേണ്ട. നമ്മളൊരു കലാകാരിയാണ്, നമുക്ക് വിധി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തപ്പെടാൻ പറ്റും, അതും മാന്യമായ രീതിയിൽ. ഇല്ലെങ്കിൽ വേണ്ടെന്നേ. ദൈവം കലാകാരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ചാൽ മതി, അവിടെ തീർന്നല്ലേ പ്രശ്നം. ഇപ്പം 2-3 പേര് കുറെ പേരുടെ പേർക്ക് ആരോപണം കൊണ്ടുവന്നല്ലോ. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ചെകഞ്ഞിപ്പോ ഓരോ വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പം എന്നെ ഒരാൾ ബലമായിട്ട് പിടിച്ചു നിർത്തി എന്നെ ചുംബിച്ച്, എന്തായാലും നമ്മൾ ആളെ കണ്ടേ ഇത് ആരായിരിക്കുമെന്ന്, അത് ശക്തമായിട്ട് പറഞ്ഞിട്ട് ഒറ്റ അടിക്ക് അടിപടലം പറഞ്ഞിട്ട് പറഞ്ഞ അയാളല്ല വേറൊരാളാണ്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത് സത്യസന്ധമായിട്ട് നടന്ന് എന്നും പറഞ്ഞ പരാതി കൊടുത്താൽ പോലും ആരും അത്ര വലിയ വാല്യൂ കൊടുക്കത്തില്ല. കാരണം ഇങ്ങനെയുള്ളവന്മാരും കൂടെ ഇടയ്ക്ക് കയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിയമപരമായിട്ട് നീതി കിട്ടേണ്ടവർക്ക് പോലും അത് കിട്ടാൻ പറ്റാത്ത അവസ്ഥയായി പോകും. സത്യമായിട്ട് ഞാൻ പറയുക. അപ്പൊ ഇപ്പൊ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ആ ഒരു രീതിയിലെങ്കിലും കയറി അങ്ങ് ഫേമസ് ആവെന്നും പറഞ്ഞു കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. പക്ഷെ ഈ പറഞ്ഞതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഈ അനുഭവങ്ങൾ നേരിട്ടൊന്നും അനുഭവിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല. അത് വേറൊരു സത്യം. ഈ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളവിടെ കട്ട് ചെയ്യും. നമുക്ക് താല്പര്യമില്ല, ശരി വിട്ടേര്, അവിടെ തീർന്നു പ്രശ്നം. പിന്നെ ഈ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന കുറെ കോർഡിനേറ്റർമാരുണ്ട്. ഇത് സത്യം പറഞ്ഞ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും അറിയാത്ത സംഭവങ്ങൾ ഇടയ്ക്ക് നിന്ന് കോർഡിനേറ്റർമാരും കളിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൗഡായിട്ടൊക്കെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്